ഒരു മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസിങ്ങിന്, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു 17,999 രൂപയ്ക്ക് നമുക്കൊരു ടാബ്ലറ്റ് വാങ്ങാൻ സാധിച്ചാലോ? അതും വെറും ടാബ്ലറ്റ് അല്ല, സാംസങ്ങിൻ്റെ തന്നെ ടാബ്ലറ്റ് വാങ്ങാൻ സാധിച്ചാലോ? അതെ, നമ്മളിന്ന് പരിശോധിക്കുന്നത് സാംസങ് ഏറ്റവും പുതുതായിട്ട് പുറത്തിറക്കിയിരിക്കുന്ന സാംസങ് ഗാലക്സി ടാബ് A8 എന്ന ടാബ്ലറ്റിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ഇതാണ് സാംസങ് ഗാലക്സി ടാബ് 8 എന്ന ടാബ്ലറ്റ് വരുന്ന ഇത്തരം ഒരു ബോക്സിനകത്താണ്. ഇതിൻ്റെ ഈ ഒരു ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസിംഗ് ആണ്. 17,999 രൂപയ്ക്ക് വാങ്ങും. 18,000 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു ടാബ്ലറ്റ് വാങ്ങാം. നമുക്കറിയാം, ഇന്ന് കോവിഡ് സിറ്റുവേഷൻ വീണ്ടും കൂടുകയാണ്. ഒരു മൂന്നാം തരംഗത്തിൻ്റെ വക്കിലാണ് നമ്മൾ. ഓഫ്ലൈൻ ക്ലാസ്സുകളൊക്കെ ഇപ്പോൾ ഒഴിവാക്കി വീണ്ടും ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾ ഈ മൊബൈലിലൊക്കെ നോക്കി പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു വലിയ സ്ക്രീനിലേക്ക് ഒരു അപ്ഗ്രേഡ് പ്ലാൻ ചെയ്യുന്നെങ്കിൽ, അതും സാംസങ് എന്ന ബ്രാൻഡിൻ്റെ ഒരു ടാബ്ലറ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ, ഈ പറഞ്ഞ പോലെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വാങ്ങുന്ന ഒരു ടാബ്ലറ്റാണ് സാംസങ് ഗാലക്സി ടാബ് 8. അധികം പറയാതെ നമുക്കിത് അൺബോക്സ് ചെയ്ത് എന്തൊക്കെയാണ് ഈ ഒരു ടാബ്ലറ്റിൻ്റെ വിശേഷങ്ങളെന്നും എന്തൊക്കെയാണ് ഈ ഒരു ടാബ്ലറ്റിൻ്റെ ബോക്സിൽ മറ്റ് വരുന്ന ആക്സസറീസെന്നും പരിശോധിക്കും. അപ്പോൾ ഇതുപോലൊരു ബോക്സിനകത്താണ് സാംസങ് ഗാലക്സി ടാബ് വരുന്നത്. ഇവിടെ അതിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഗാലക്സി ടാബ് 8 എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഇതേ ഇരിക്കുന്നു നമ്മുടെ ടാബ്ലറ്റ്. തൽക്കാലം അത് മാറ്റി വയ്ക്കാം, വേറെ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ യൂസർ മാനുവൽ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ സിം ഇജക്ടർ പിൻ കൊടുത്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതിനകത്ത് സിം കാർഡ് ഇടാൻ പറ്റുന്ന ടൈപ്പാണ്. കൂടാതെ ഇതിനകത്ത് ഇതേ ചാർജർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാർജർ എന്ന് പറയുന്നത് 5 വോൾട്ട് 1.55 ആംബിയർ ഔട്ട് നൽകുന്നതാണ്. ആക്ച്വലി ഈ ഒരു ടാബ്ലറ്റ് 15 വാട്ടിൻ്റെ സപ്പോർട്ട് ഉണ്ട്, പക്ഷേ അത്രയും ചാർജിങ് കപ്പാസിറ്റി ചാർജറിനില്ല. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള 15 വാട്ടിൻ്റെ ചാർജർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റ് ചാർജിങ്ങിൽ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇത് ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് USB Type-C ചാർജിങ് കേബിൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ക്ലോത്തിനകത്തൊക്കെ പൊതിഞ്ഞാണ് നമ്മുടെ ടാബ്ലറ്റ് വന്നിരിക്കുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് കേട്ടോ, അതായത് വളരെ കനവും കുറവാണ്. നമ്മുടെ കയ്യിലൊക്കെ നല്ല ഒതുങ്ങിയിരിക്കുന്ന കനമൊക്കെ കുറഞ്ഞ സൈസ് ഉള്ള ഒരു ടാബ്ലറ്റ്. നമുക്ക് ബാക്ക് സൈഡ് കാണാം അല്ലേ? നല്ലൊരു ഫിനിഷ് ഈ ഒരു ടാബ്ലറ്റിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബാക്ക് സൈഡ്. നല്ല ക്വാളിറ്റി ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മെറ്റീരിയൽ ഏത് മെറ്റാലിക് ആണോ പോളികാർബണേറ്റ് ആണോ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇതിൻ്റെ ഒരു ബ്രീഫിംഗ് ഡോക്യുമെൻറ്റിലൊന്നും തന്നിട്ടില്ല. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഒരു മെറ്റാലിക് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ മെറ്റാലിക് ആണോ എന്ന് സത്യത്തിൽ കൺഫേം അല്ല. എനിക്ക് തോന്നുന്നു പോളികാർബണേറ്റ് ആയിരിക്കും. പക്ഷേ എന്തായാലും ഒരു മെറ്റാലിക്കിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. എന്ത് തന്നെയായാലും അത് ഇതിനകത്ത് കൺഫേം അല്ല അതിൻ്റെ ബാക്ക് മെറ്റീരിയൽ ഏതാണ് എന്നുള്ളത്. അതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു സിംഗിൾ ക്യാമറയാണ് ബാക്ക് സൈഡിൽ നൽകിയിരിക്കുന്നത്. സാധാരണ ടാബ്ലറ്റുകൾക്ക് ക്യാമറയ്ക്ക് അത്ര പ്രാധാന്യം കൊടുക്കാറില്ല. ഇവിടെ അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ ഒരു ഫോട്ടോ എടുക്കാൻ പുറത്ത് ഇതുപോലുള്ള വലിയ ടാബ്ലറ്റുമായിട്ടൊന്നും പുറത്ത് പോകാറില്ലല്ലോ. 6.9 mm മാത്രമാണ് ഈ ഒരു ടാബ്ലറ്റിനുള്ളത്. അതുപോലെ ഇതിൻ്റെ വെയിറ്റ് വന്നിട്ട് വെറും 508 ഗ്രാമാണ്. നമുക്കിത് ഹാൻഡിൽ ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ വലത് സൈഡിൽ പവർ ബട്ടൺ, വോളിയം റോക്കേഴ്സ്, മൈക്രോഫോൺ, താഴെ 3.5 mm ഓഡിയോ ജാക്ക്, 2 സ്പീക്കർ ഗ്രില്ല്, അതുപോലെ ചാർജിങ്ങിനുള്ള USB Type-C ചാർജിംഗ് പോർട്ട്. ഇടത് സൈഡിലാണ് സിം ട്രേ നൽകിയിരിക്കുന്നത്. താഴെയും 2 സ്പീക്കർ ഗ്രില്ലും അതുപോലെ ഒരു സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും നൽകിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു സിം ട്രേ ഏത് ടൈപ്പാണെന്ന് നോക്കാം. ഹൈബ്രിഡ് സിം സ്ലോട്ട്, അതായത് ഒരു സിം കാർഡും ഒരു മെമ്മറി കാർഡും ഒരേ സമയം ഇതിനകത്ത് ഉപയോഗിക്കാം. ഓർക്കുക, ഇത് സിം ഇടാവുന്ന ടൈപ്പും സിം ഇടാൻ പറ്റാത്ത ടൈപ്പും വരുന്നുണ്ട്. സിം ഇടാൻ പറ്റാത്ത വൈഫൈ ഉള്ളിയും വരുന്നുണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ 4G സിമ്മൊക്കെ ഉപയോഗിച്ച് മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പുള്ള സിം ഇടാൻ പറ്റുന്ന ടൈപ്പും വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ഒരു ടാബ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ സാംസങ് ഗാലക്സി എന്നും പവർഡ് ബൈ ആൻഡ്രോയിഡ് എന്നും എഴുതി കാണിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ടാബ്ലറ്റ് ബൂട്ടിംഗ് എല്ലാം ചെയ്ത് അതിൻ്റെ ഇനിഷ്യൽ സെറ്റപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഇതാണ് അതിൻ്റെ ഒരു ഡിസ്പ്ലേ. 10.5 ഇഞ്ചിൻ്റെ സ്ക്രീൻ സൈസുള്ളൊരു ഡിസ്പ്ലേ ആണ് ഈ ഒരു ടാബ്ലറ്റിന് നൽകിയിരിക്കുന്നത്. 216 പിക്സൽ ഡെൻസിറ്റി ഉള്ള ഈ ഒരു ടാബ്ലറ്റിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് TFT ഡിസ്പ്ലേ ആണ്. മികച്ച ഒരു അഗ്രസീവ് പ്രൈസിംഗിൽ ഈ ഒരു ടാബ്ലറ്റിൻ്റെ പ്രൈസ് ഒതുക്കുന്നതിന് വേണ്ടിയാകണം സാംസങ് ഇതിൻ്റെ ഡിസ്പ്ലേയിൽ TFT ഡിസ്പ്ലേ ഉപയോഗിച്ചതെന്ന് തോന്നുന്നു. സാധാരണ സാംസങ് ഫോണുകളിലൊക്കെ AMO LED ഡിസ്പ്ലേ ഒക്കെ ആയിട്ടാണ് വരുന്നത്. അതിൻ്റെ അത്രയൊന്നും ക്വാളിറ്റി ഡിസ്പ്ലേയിൽ TFT ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു ഡിസ്പ്ലേ പ്രതീക്ഷിക്കരുത്. എന്നിരുന്നാലും മോശമല്ലാത്ത ഈ ഒരു പ്രൈസിന് ഓക്കെ ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ് സാംസങ് ഈ ഒരു ടാബ്ലറ്റിൽ നൽകിയിരിക്കുന്നത്. ഈ ഒരു ടാബ്ലറ്റിൻ്റെ സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ സ്വന്തം യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ള ON UI 3.1 അതുപോലെ ആൻഡ്രോയിഡ് വെർഷൻ 11 ഈ ഒരു ടാബ്ലറ്റ് പ്രവർത്തിക്കുന്നത്. ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷനുകളെ കുറിച്ച് പറഞ്ഞാൽ സാംസങ്ങിൻ്റേതായിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷനുകളും ഗൂഗിളിൻ്റേതായിട്ടുള്ള ആപ്ലിക്കേഷനുകളും ഒഴിച്ചു നിർത്തിയാൽ പിന്നീട് ഇതുപോലെ ബൈജൂസ് ലേണിംഗ് ആപ്പ്, അതുപോലെ സ്പോട്ടിഫൈ, നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയ വളരെ കുറച്ച് ആപ്ലിക്കേഷൻ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നതായിട്ടും കാണാം.
ഈ ഒരു ടാബ്ലറ്റിൽ ഫിംഗർ പ്രിന്റ് സംവിധാനം നൽകിയിട്ടില്ല, എന്നാൽ ഫേസ് അൺലോക്ക് സംവിധാനം സാംസങ് നൽകിയിട്ടുമുണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ 5 നൽകിയിട്ടുള്ള ഈ ഒരു ടാബ്ലറ്റിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് 4 സ്പീക്കറുകളാണ് നൽകിയിരിക്കുന്നത്. 2 വശങ്ങളിലുമായിട്ട് ഇത്തരത്തിൽ ഈ 2 സ്പീക്കർ വെന്റ് നൽകിയിട്ടുള്ള മൊത്തത്തിൽ 4 സ്പീക്കർ ആണ് സൗണ്ട് ഔട്ടിന് വേണ്ടി നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 4 സ്പീക്കറിൽ നിന്നുള്ള സൗണ്ട് ഔട്ട്പുട്ടാണ് നിങ്ങൾ കേട്ടത്. നല്ല ഒരു സ്റ്റീരിയോ സെപ്പറേഷൻ ഉണ്ട്, മികച്ചൊരു സൗണ്ട് ക്വാളിറ്റി നൽകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു ടാബ്ലറ്റിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ടുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നതും ഇത്തരത്തിലുള്ള ഒരു ക്വാഡ് സ്പീക്കർ സിസ്റ്റം തന്നെയാണ്. നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ മൾട്ടിമീഡിയ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക് മികച്ച ഒരു ടാബ്ലറ്റായി മാറും സാംസങ് ഗാലക്സി ടാബ് A8 എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇതിനകത്ത് സിനിമയൊക്കെ കാണാൻ അതുകൊണ്ട് തന്നെ നല്ല ഒരു സൗണ്ട് എഫക്റ്റ് നല്ല രീതിയിൽ ആസ്വദിക്കാൻ ഈ ഒരു ടാബ്ലറ്റിൽ സാധിക്കും. ഈ ഒരു ടാബ്ലറ്റിന് TFT ഡിസ്പ്ലേ ആണെങ്കിലും നമ്മൾ വീഡിയോ വ്യൂയിങ്ങിൽ നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെ കിട്ടുന്നുണ്ട്. ഓക്കെ, കളറൊക്കെ നല്ല പക്കയാണ്, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ക്വാളിറ്റി ഉള്ളൊരു ഡിസ്പ്ലേ ആയിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ വ്യൂയിങ് ആംഗിളിലൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല. എങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു AMO LED ഡിസ്പ്ലേയുടെ ഒരു ക്വാളിറ്റി പ്രതീക്ഷിക്കാതിരുന്നാൽ ഒട്ടും ഈ ഒരു ടാബ്ലറ്റിൻ്റെ ഡിസ്പ്ലേ നിരാശപ്പെടുത്തില്ല എന്ന് ഓർമ്മിപ്പിക്കട്ടെ. യുണിസോക്കിൻ്റെ T618 എന്ന പ്രോസറാണ് ഈ ഒരു ടാബ്ലറ്റിന് കരുത്ത് പകരുന്നത്. അതുപോലെ ഇത് 2 RAM വേരിയൻറ്റിലും 2 ROM വേരിയൻറ്റിലും ലഭ്യമാണ്. അതായത് 3GB 32GB ഇൻറ്റേർണൽ മെമ്മറിയും അതുപോലെ 4GB 64GB ഇൻറ്റേർണൽ മെമ്മറി, ഇങ്ങനെ 2 വേരിയൻറ്റിലാണ് ഈ ഒരു ടാബ്ലറ്റ് പ്രധാനമായിട്ടും ലഭ്യമാകുന്നത്. മാത്രമല്ല വൈഫൈ ഓൺലി വേരിയൻറ്റുമുണ്ട്, LTE വേരിയൻറ്റുമുണ്ട്. അതായത് LTE വേരിയൻ്റ് എന്ന് പറയുമ്പോൾ സിം കാർഡ് ഇടാൻ സാധിക്കുന്ന ടൈപ്പ്. അപ്പോൾ ഈ ഒരു യുണിസോക്കിൻ്റെ പ്രോസർ അതുകൊണ്ടൊരു ഭയങ്കര ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഒന്നും പ്രതീക്ഷിക്കരുത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു സ്റ്റുഡൻസിനൊക്കെ ഓൺലൈൻ ക്ലാസ്സിനും അതുപോലെ മറ്റു വലിയ ആൾക്കാർക്ക് അവരുടെ വർക്ക് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് പറ്റിയൊരു ടാബ്ലറ്റാണ്. അല്ലാതെ ഒരു വലിയ ഗെയിമിംഗ് എക്സ്പീരിയൻസ് നൽകുന്ന ടാബ്ലറ്റ് ഒന്നും അല്ല സാംസങ് ഗാലക്സി ടാബ് 8. പ്രത്യേകിച്ചും സാംസങ്ങിൻ്റെ A സീരീസിലെ ടാബ്ലറ്റ് എന്ന് പറയുമ്പോൾ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടാബ്ലറ്റുകളാണ്. നമ്മളുടെ പോക്കറ്റ് അധികം കാലിയാക്കാതെ വാങ്ങാവുന്ന ടാബ്ലറ്റ് എന്ന പ്രത്യേകതയാണ് A സീരീസിലെ ടാബ്ലറ്റുകൾക്കുള്ളത്. ഈ ഒരു ടാബ്ലറ്റിൻ്റെ ബാക്കിൽ ഇതുപോലെ 8 മെഗാപിക്സലിൻ്റെ ഒരു സെൻസറാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഡിസ്പ്ലേയുടെ മുകളിൽ മധ്യഭാഗത്തായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് 5 മെഗാപിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ക്യാമറ ആപ്പിൽ ഇതുപോലെ പോർട്രേറ്റ്, ഫോട്ടോ, വീഡിയോ, അതുപോലെ മോർ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വരുമ്പോൾ പ്രോ മോഡ്, പനോരമ, ഫുഡ്, ഹൈപ്പർ ലാംപ്സ് എന്നീ മോഡുകൾ നൽകിയിരിക്കുന്നതായി കാണാം. ഒരിക്കലും ഒരു ടാബ്ലറ്റിൽ നിന്നൊരു ഭയങ്കര ക്യാമറ പെർഫോമൻസ് പ്രതീക്ഷിക്കരുത്. കാരണം ടാബ്ലറ്റിലേക്ക് പ്രധാനമായിട്ടും ഈ ക്യാമറകൾ കൊടുക്കുന്നത് തന്നെ വീഡിയോ കോളിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. കുട്ടികൾക്ക് വീഡിയോ കോളിംഗ് വഴി ഓൺലൈൻ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഈ ക്യാമറകൾ ഉപയോഗിക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഒരു വീഡിയോഗ്രാഫി എന്ന നിലയിലേക്ക് ഒരിക്കലും ടാബ്ലറ്റിൻ്റെ ക്യാമറകളെ നോക്കിക്കാണരുത്. ഇവിടെയും കാര്യങ്ങൾ മറിച്ചല്ല. 7040 mAh ബാറ്ററിയാണ് ഈ ഒരു ടാബ്ലറ്റിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ടാബ്ലറ്റിൽ 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പക്ഷേ ചാർജ് 15 വാട്ടിൻ്റേതല്ല എന്നുള്ളത് ഓർമ്മിക്കട്ടെ. അപ്പോൾ 15 വാട്ടിൻ്റെ ചാർജർ ആയാലും 7040 mAh എന്ന ഒരു ഹ്യൂജ് ബാറ്ററി ചാർജ് ചെയ്യാൻ നല്ല സമയമെടുക്കും. അപ്പോൾ ഒരു ഭയങ്കര ഫാസ്റ്റ് ചാർജിങ് ഒന്നും ഇതിനകത്ത് പ്രതീക്ഷിക്കേണ്ട. കാരണം 15 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങേ ഉള്ളൂ. രാത്രി കാലങ്ങളിൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് സാധാരണ നമ്മുടെ ഫോണും ടാബ്ലറ്റും ഒക്കെ ചാർജിന് ഇടുന്നത്. അത്തരക്കാർക്ക് അതൊരു പ്രശ്നമല്ല. കാര്യം നമ്മൾ രാത്രി കിടക്കാൻ പോകുമ്പോൾ ചാർജിന് ഇട്ടിട്ട് രാവിലെ ഉണർന്നെണീക്കുമ്പോൾ എന്തായാലും 100% ചാർജ്. മെറ്റാലിക് ഗ്രേ, സിൽവർ, പിങ്ക്, ഗോൾഡ് എന്നീ 3 നിറങ്ങൾ ലഭ്യമാകുന്ന ഈ ഒരു ടാബ്ലറ്റിൻ്റെ പ്രൈസിംഗ് ആണ് ഇനി പറയാനുള്ളത്. മൊത്തത്തിൽ 4 വേരിയൻറ്റ്. അതായത് ഇതിനകത്ത് വൈഫൈ വേരിയൻറ്റിൽ തന്നെ 2 ഓപ്ഷൻസ്, 3GB 32GBയും 4GB 64GBയും. സിം ഇടാവുന്ന LTE വേരിയൻറ്റിൽ 2 ഓപ്ഷൻ, 3GB 32GB, 4GB 64GB. പ്രൈസിങ് പറയാം. ആദ്യം നമുക്കിപ്പോൾ വൈഫൈ ഓൺലി ആണെങ്കിൽ 3GB 32GBയുടെ വില എന്ന് പറയുന്നത് 17,999 രൂപയാണ്. എന്നാൽ 4GB 64GB വരുമ്പോൾ അത് 19,999 രൂപയായി മാറും. അതുപോലെ നമുക്ക് സിം കാർഡ് ഇടാൻ പറ്റുന്ന തരത്തിലുള്ള ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് LTE വേരിയൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ 3GB 32GBയുടെ വില 21,999ഉം 4GB 64GBയുടെ വില 23,999 രൂപയുമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സജഷൻ പറയുകയാണെങ്കിൽ പരമാവധി നമ്മൾ കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് LTE വേരിയൻറ്റിലേക്ക് പോകാതിരിക്കാം. വൈഫൈ ഓൺലി വേണമെങ്കിൽ നമുക്ക് എടുക്കാം. കാരണം അപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് മൊബൈൽ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നെറ്റ് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നതാണ് വൈഫൈ വേരിയൻ്റെ പ്രശ്നം. പക്ഷേ നമ്മളുടെ കയ്യിലൊക്കെ എപ്പോഴും മൊബൈൽ ഫോൺ ഉണ്ടാവുമല്ലോ. ആ മൊബൈൽ നമ്മൾ ഉപയോഗിക്കുന്ന സിം കാർഡിൽ നമ്മൾ മൊബൈൽ ഡാറ്റ എനേബിൾ ചെയ്തിട്ടും ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ആ മൊബൈൽ ഡാറ്റ ഒരു ഹോട്ട്സ്പോട്ട് പോലെ ഷെയർ ചെയ്താൽ വൈഫൈ വേരിയൻറ്റിൽ നമുക്ക്
നമുക്ക് നെറ്റ് യൂസ് ചെയ്യാം യാത്രയിൽ പോലും. അപ്പോൾ അതായിരിക്കും നല്ലത്, വെറുതെ പ്രൈസ് കൂടുതൽ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ 3GB 32GB എടുക്കുന്നതിനേക്കാളും നല്ലത് 4GB 64GB എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം അല്പം റാം ഈ പറഞ്ഞ പോലെ 4GB എങ്കിലും ഉണ്ടെങ്കിലായിരിക്കും കുറച്ചുകൂടെ നല്ല പെർഫോമൻസും. അതുപോലെ സ്റ്റോറേജ് ഒരു 64GB എങ്കിലും ഉണ്ടെങ്കിലാണ് നമുക്ക് കുറച്ച് ആപ്ലിക്കേഷൻസ് ഒക്കെ നല്ല രീതിയിൽ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടാബ്ലറ്റിനെ കുറിച്ച് എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നതിൻ്റെ ഒരു പ്രൈസിങ് തന്നെയാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അതുപോലെ ബ്രാൻഡ് സാംസങ് ആണ് എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റു പ്രോഡക്റ്റിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.